ഹേമ കമ്മിറ്റിയിലെ ഗുരുതര പരാതികളിൽ SIT അന്വേഷണം തുടങ്ങുന്നു. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് നീക്കം. പ്രമുഖർക്കെതിരായ പരാതികളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട്. പരാതിയുള്ളവർ അന്വേഷണം ആവശ്യപ്പെടുന്ന പക്ഷം കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് വിവരമുണ്ടെങ്കിൽ തന്നെ കേസെടുക്കണമെന്നാണ് രാജ്യത്തെ നിയമമെന്ന് ഒരു വിഭാഗം നിയമ വിദഗ്ധരും കരുതുന്നു. ഗുരുതരമായ പരാതികൾ പ്രമുഖ നടിമാർ തന്നെ കമ്മിറ്റി മുമ്പാകെ പറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമുള്ളതിനാൽ അവയൊന്നും ഞങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആരോപണങ്ങളെക്കാൾ ഗൗരവമുള്ള പരാതികളാണ് കമ്മിറ്റി മുമ്പാകെ മുൻനിര താരങ്ങൾ പോലും പറഞ്ഞിട്ടുള്ളത്. പ്രമുഖരായ ചില സംവിധായകർ, പ്രമുഖരായ ചില മുൻനിര നടന്മാർ തുടങ്ങി സ്റ്റണ്ട് മാസ്റ്റർ വരെയുള്ളവർക്കെതിരെ പരാതികൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ബലാത്സംഗ ശ്രമമടക്കമുള്ള ഗുരുതര പരാതികളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സിനിമാ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ സമൂഹം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അന്വേഷണം കുറ്റമറ്റതാക്കാനുള്ള ജാഗ്രത മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നതിനാലാണ് തുടർച്ചയായി ഈ വിഷയം റിപ്പോർട്ടർ ഉന്നയിക്കുന്നത്. അത് ഏതെങ്കിലും ഇരയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ആ രീതിയിൽ അതിനെ വളച്ചൊടിക്കാനുള്ള ശ്രമം ചിലർ നടത്തുന്നതിനെ സമൂഹം തിരിച്ചറിയുമെന്ന ഉത്തമ വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. റിപ്പോർട്ടർ TV രാവിലെ പുറത്തുവിട്ട വാർത്തയോടുള്ള WCCയുടെ പ്രതികരണം ഈ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണയിൽ നിന്നും രൂപപ്പെട്ടതാണ്. ഇരകളുടെ സ്വകാര്യത ഉറപ്പാക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരുമെന്ന് സമ്മതിക്കുമ്പോഴും സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തിനെതിരെ ഇരകൾക്കൊപ്പം നിന്ന് വേട്ടക്കാരെ ശിക്ഷിക്കാൻ വേണ്ട എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടണം. റിപ്പോർട്ടർ TV അടക്കമുള്ള ഏതാനും മാധ്യമങ്ങളുടെ ശ്രമഫലമായാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കണ്ടത്. ഇരയുടെ സ്വകാര്യതയുടെ പേരിൽ ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്ന ചില മാധ്യമങ്ങൾ വേട്ടക്കാരുടെ പേര് വെളിപ്പെടുത്താൻ പോലും മടിച്ച് അവരുടെ താല്പര്യം സംരക്ഷിച്ചവരാണെന്ന കാര്യം മലയാളികൾ മറക്കില്ല. പരാതികളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് അന്വേഷണ സംഘത്തോട് അടുത്ത വൃത്തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അന്വേഷണ സംഘത്തിന് ഈ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന നിലപാടാണ് സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വേട്ടക്കാരനെയും സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് LDF നേതൃത്വവും വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ അന്വേഷണം പല പ്രമുഖരിലേക്കും എത്തുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.